ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതോടുകൂടി തമിഴിൽ കാര്യങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സേവിങ്സ് അക്കൗണ്ടുകളെ കുറിച്ചാണ്. എന്നുവെച്ചാൽ കുറേ പേര് നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണ് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്, ഏതാണ് മെയിൻ പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ബാങ്ക് അക്കൗണ്ട്സുകൾ ഉണ്ട്, പക്ഷേ ഞാൻ അതിൽ കുറേ എണ്ണം ക്ലോസ് ചെയ്തു, കുറേ എണ്ണം ഇപ്പോൾ ഡോർമെന്റ് സ്റ്റേജിലൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ കുറേ എണ്ണമൊക്കെ ഞാൻ പിന്നെ അതിൽ മെജോറിറ്റി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. എൻ്റെ മെയിൻ അക്കൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം സീറോ ബാലൻസ് അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് വരാണ്ടിരിക്കാൻ. പക്ഷേ ഇപ്പോൾ മിക്ക എല്ലാ സീറോ ബാലൻസ് അക്കൗണ്ടിനും അവരെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന് നല്ല ചാർജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ മറക്കണം, നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനലുകൾ അതിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്ത പോയി ഫോളോ അടിക്കുക, ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് പോകാം. ഞാൻ ഉപയോഗിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ട്, അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് കാര്യം പറയാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നെന്ന് വെച്ചാൽ മിസ്സായി കഴിഞ്ഞാൽ പണി കിട്ടും. എവിടെ നമ്മൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് കോട്ടക്കിന്റെ 811 അക്കൗണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം അവസാനം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ RBI ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നല്ല അക്കൗണ്ട് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ പ്രീ അപ്രൂവൽ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഈ സാധനത്തിൽ വരുന്നുണ്ടായിരുന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും ലോൺ ഓഫറും ഒക്കെ വരുന്നുണ്ടായിരുന്നു. നല്ലൊരു കിടിലൻസ് ആണ് തന്നെ. അതുകൊണ്ടാണ് നമ്മളത് ഫസ്റ്റ് തന്നെ കൊണ്ടുവച്ചേക്കുന്നത്. കോട്ടക്കിന്റെ 811 അക്കൗണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻഡസെൻഡ് ബാങ്കിന്റെ ഡിലൈറ്റ് അക്കൗണ്ടാണ്. നമുക്കതിൽ പക്ഷേ ഒരു ഇനീഷ്യൽ ഫണ്ടിങ് വേണം. എന്നാൽ ഞാൻ ഇനീഷ്യൽ ഫണ്ടിങ് ആദ്യം അവർ കാണിച്ചത് 1000 രൂപയൊക്കെയാണ്. പക്ഷേ അവരുടെ കസ്റ്റമർ കെയർ ഒക്കെ വിളിച്ചിട്ട് നമ്മളോട് 10,000 രൂപ ഇനീഷ്യൽ ഫണ്ടിങ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതും പോരാണ്ട് നമുക്ക് അതിന്റെ ഡെബിറ്റ് കാർഡിന് ഒരു 500 രൂപ പ്ലസ് GST ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ കൊല്ലം ആ ചാർജ് വരും. അപ്പോൾ അതൊരു ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൊല്ലം 500 രൂപ, 500, 500, 500, 800, 80 രൂപയൊക്കെ റേഞ്ച് നമുക്ക് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളി സീറോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ കോട്ടക്കിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അതിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വേറെ ചാർജും സംഭവമൊന്നും വരില്ല. നമുക്ക് ഞാൻ വെർച്വൽ കാർഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ പറ്റില്ല. ഇതിൽ ആക്ച്വലി എന്താ പറയുക, വിർച്വൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ UPI സംഭവങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ കാർഡ് വേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ വെർച്വൽ കാർഡിന്റെ ഡെബിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം UPI ഒന്നും ആക്റ്റീവ് ആവില്ല. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ടൈപ്പ് പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനീഷ്യലി ഒരു സാധനം എടുക്കേണ്ടി വരും. ഞാൻ പക്ഷെ എന്തായാലും ഈ കൊല്ലം കഴിയുമ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ കാര്യം നമുക്ക് ഇപ്പോൾ പോരാത്തിന് ഇപ്പോൾ ആരെങ്കിലും ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ടൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത് ഇൻഡസെൻഡ് ഡിലൈറ്റ് ബാങ്ക് അക്കൗണ്ടാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ജൂപ്പിറ്ററിന്റെ അക്കൗണ്ട്. നമുക്കറിയാം ഒരു നിയോ ബാങ്കിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈമറി അക്കൗണ്ട് ഒന്നല്ല എൻ്റെത്, ഒരു വേണമെങ്കിൽ 3rd or 4th എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല ഒരു നിയോ ബാങ്ക് അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാം, പണ്ട് കുറെ കാലമായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ പിന്നെ വരുന്നതാണ് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അക്കൗണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ AU ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട്, പക്ഷേ രണ്ടും 2 അക്കൗണ്ടായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. AU ബാങ്കിന്റെ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണം ഞാൻ എന്തായാലും പറയാം. ഫിൻകെയറിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്ക് അക്കൗണ്ട് ഞാൻ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. AU ബാങ്കിന്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 2 സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഫിൻകെയറിൽ നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുത്താൽ മതി. ഇപ്പോൾ വെർച്വൽ കാർഡ് മാത്രമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ചാർജും സംഭവങ്ങളൊന്നുമില്ല. AU ബാങ്കിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഇനീഷ്യലി തന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുക്കണം. 175 രൂപ പ്ലസ് GST നമുക്ക് ചാർജ് പിടിക്കിട്ടാം. അതെല്ലാ കൊല്ലം വരും. അത് ഇഷ്യൂ ചാർജ് ആണ് പറഞ്ഞത്. പക്ഷേ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്തായാലും വരും. അപ്പോൾ അതൊരു അത്യാവശ്യം, പിന്നെ റൂപേയിൽ ഇന്റർനാഷണൽ കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സും സംഭവങ്ങളൊക്കെ തരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും ആക്റ്റീവാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ AU ബാങ്കിന്റെ. പിന്നെ ഒരു അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അത് സീറോ ബാലൻസ് എന്ന അക്കൗണ്ട് ഒന്നല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രീമിയം അക്കൗണ്ടാണ്. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാലറി അക്കൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നതാണ് നിയോയുടെ DCB ബാങ്കിന്റെ അക്കൗണ്ട്. അത് ഞാൻ ഇപ്പോൾ റീസെന്റ് എടുത്തതാണ്. നമ്മുടെ നിങ്ങൾക്ക് നിയോ കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ, നമുക്ക് 0 forex ചാർജ് ഒക്കെ വരുന്ന കാർഡ്. പക്ഷെ അതിലിപ്പോൾ കുറേ നമ്മുടെ ഈ എയർപോർട്ടിലുള്ള സംഭവമൊക്കെ ഉണ്ടെന്നൊക്കെ എടുത്തു കളഞ്ഞിട്ട് അതൊന്നും ഇല്ല. ഇപ്പോൾ ഇന്റർനാഷണൽ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. അതിനും പക്ഷേ അതിന്റെ ഡെബിറ്റ് കാർഡിന് ചാർജസ് വരുന്നുണ്ട്. ഇഷ്യൂ ചാർജ് 0 ആണ്. പക്ഷേ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 500 രൂപ പ്ലസ് GST വരുന്നുണ്ട്. അത് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേ ഓഫ് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ 5000 രൂപ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ
എന്താ പറയുക ആ ഡെബിറ്റ് കാർഡിന്റെ ചാർജസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു സീറോ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോകാം. അത് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെബിറ്റ് കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡെബിറ്റ് കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ 0.4x മാർക്കപ്പ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഫോറിനിലൊക്കെ പോകുകയാണെങ്കിൽ ട്രിപ്പ് സംഭവങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഞാൻ ഒരു 5000 രൂപ അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് പിടിക്കില്ല, എന്തായാലും ഇഷ്യൂ ചാർജ് ഇല്ല, എന്തായാലും ഞാൻ അടുത്ത കൊല്ലം പിടിക്കുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത സംഭവമായിട്ട് തോന്നി, അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ബാങ്കുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന സേവിങ്സ് അക്കൗണ്ട് കേട്ടോ. ഇതല്ലാണ്ട് എനിക്ക് ഫീ മണി അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ HDFCയുടെ നോർമൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ഡോർമെന്റ് ആയിട്ട് എടുക്കുകയാണ്. ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ട് ആയിരുന്നു, അത് ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു പൈസ ആ മിനിമം ബാലൻസ് 10000 രൂപ ഇപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഒരു 500 രൂപ 590 രൂപയൊക്കെ പിടിക്കുക. എന്തിനതൊക്കെ സംഭവം ഇങ്ങനെ കത്തി പിടിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ആക്സിസ് ബാങ്കിനെ ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ നിയോടെ തന്നെ നിയോ എക്സ് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടുണ്ട്. ഫീ മണി അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു റിപ്ലൈ ഇല്ല കേട്ടോ. പണ്ടാറ് തല്ലിപ്പൊളി കസ്റ്റമർ കെയർ ആയിട്ടുണ്ട് ഫീ മണിയുടെ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് എപ്പോഴും ആക്റ്റീവാണ്, പക്ഷെ എൻ്റെ അതിൻ്റെ ഡെബിറ്റ് കാർഡോ സംഭവമൊന്നും ഇല്ല. അതിൽ കുറച്ച് കാശും എടുക്കുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. ഞാനത് ക്ലോസ് ചെയ്യാനൊക്കെ കൂടെ പോയതാണ്, പക്ഷെ നമ്മുടെ എറണാകുളത്തെ ബ്രാഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതോടെ ആക്റ്റീവാണ്, പക്ഷെ അതിൽ കാശ് എടുക്കുന്നുണ്ട്, പക്ഷെ അത് ആക്റ്റീവാണ്, യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ IDFCയുടെ അതും കത്തിയാണ്. IDFCയുടെ അക്കൗണ്ട് ഒന്നും എടുക്കരുതിട്ട്, അത് ബാലൻസ് അക്കൗണ്ട് എടുക്കുക. കത്തിയാണ്, അതും ഇപ്പം ഇനി ക്ലോസ് ചെയ്യാൻ കിടക്കണം. ഒരു മൈനസ് ബാലൻസ് ഒക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓർമെന്റ് സെയിൽ ആയിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ കത്തി എന്ന് പറഞ്ഞാൽ കത്തിയുടെ ആൾക്കാരാണ് IDFC. അപ്പോൾ അത് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ കുറേ അക്കൗണ്ട് എടുത്ത് നോക്കാറുണ്ട് ഇപ്പം. പിന്നെ KVB കരൂർ വ്യവസായ ബാങ്ക് ഉണ്ടല്ലോ, അതിനെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ വീഡിയോ ക്ലിപ്സിന് വേണ്ടി ഇതുപോലെ കുറേ എടുക്കാറുണ്ട് കാര്യം. അപ്പോൾ ഇതൊക്കെ കുറേ ഡോർമെന്റ് സ്റ്റൈലായിട്ട് എടുക്കുന്നുണ്ട്, കുറേ ആക്റ്റീവായിട്ട് എടുക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. കുറേ ഡോർമെന്റ് സ്റ്റൈൽ എടുക്കുന്നുണ്ട്, കുറേ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കുന്നുണ്ട്, അതും ഗവൺമെന്റ് ആണ്. പക്ഷെ എൻ്റെ അച്ഛൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലായിരുന്നു. അപ്പോൾ ആ ബേസിൽ നമുക്ക് എടുത്ത ഒരു അക്കൗണ്ട് ആയിരുന്നു. അതിൽ പക്ഷെ നമുക്ക് കുറച്ച് LIC സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സാധനം ഇപ്പോൾ അതിൻ്റെ ഡെബിറ്റ് കാർഡൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡോർമെന്റ് സെയിലാണ്, ഇനിയിപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അത്രയ്ക്കൊന്നും ഉള്ളൂ അപ്പോൾ നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.